ഡയറക്ടർ സുദേവേട്ടൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എല്ലാം ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരി സുദേവേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാട്, ആ ജീവിതത്തെ കൊണ്ട് നടക്കുന്ന രീതി, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇംപ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരിക്കലും അതൊരു കണക്ക് കൂട്ടിയിട്ടുള്ളൊരു യാത്രയോ ജീവിതമോ അല്ല ഇതുവരെ വന്നിട്ടുള്ളത്. പഠിക്കുമ്പോൾ മുതലേ അങ്ങനെയാണ്, ഇന്നതാവണം, ഇന്നതായിത്തീരണം, അങ്ങനെ ഒരു ഐഡിയയും ഇല്ലാതെ ഒരു ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്താ പറയുക, ഇനി പെരുങ്ങോട് വിട്ടിട്ട് എവിടേക്കും പോവില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് വരുന്നത്. കാരണം എന്തുണ്ടെങ്കിലും നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, നമ്മളെ അറിയുന്ന നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ജീവിക്കാം. അത് വേറെ എന്ത് ജോലി ചെയ്താലും കുഴപ്പമില്ല, നാട് മതി ഇത് തീരുമാനിച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറുന്നു. നീ എന്തിനാ ഡിഗ്രി എടുക്കുന്ന, ജോലിക്കാവും? ജോലി എനിക്ക് പറ്റും തോന്നുന്നില്ല, അതായത് ഒരു റൂമിൽ ഒരു ഭാഗത്ത് ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്നത്. പിന്നെന്തിനാണ്, കുറച്ചും കൂടി നോളജാണ് ആവശ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പഠിക്കാൻ പോണ്ട, ലൈബ്രറിക്ക് വിട്ടോളാം. പ്രാക്ടിക്കൽ അന്ന് നമ്മൾ ലൈബ്രറി കയറി സീരിയസ് ആയിട്ടുള്ള വായന പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി എനിക്ക് പൈസ ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് ആലോചിക്കാൻ എനിക്ക് സമയം വേണം. ഞാനിവിടെ വീട്ടിലിരിക്കാൻ പോവാണ്, ആലോചിക്കാൻ പോവാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, നിൻ്റെ അടുത്ത് പൈസ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ. അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് നീ ഇഷ്ടമുള്ളത് ചെയ്താൽ മതി പറഞ്ഞു. എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും തടഞ്ഞെടുക്കാം. അപ്പോൾ അങ്ങനെ അവരെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ പത്തിരിപ്പാലുള്ളൊരു യൂണിയൻകാരനുണ്ട്, പുള്ളിയാണിത് നോക്കുന്നത്. അയാളുടെ പേര് ചോദിച്ചു, പേര് പറഞ്ഞു. ഞങ്ങൾ യൂണിയൻ ഓഫീസിൽ അവിടെ പോയിട്ട് അയാളെ പരിചയപ്പെട്ടു. പിന്നെ ഡെയിലി അയാളെ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം അയാളെ കാണും. ചായ വാങ്ങിക്കും, ചായ കൊടുക്കും, സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കും. ഇയാൾക്ക് ഇതിന്റെ പിന്നിലുള്ള ഇന്റൻഷൻ അറിയാവോ? അതറിയില്ല, എന്തിനാ ചായ കിട്ടുന്നത് അയാൾക്ക് അറിയില്ല. അയാളായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം മൂപ്പര്, ഞങ്ങൾ പറഞ്ഞല്ലോ സാറ് വരുമ്പോൾ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് കാണണം, അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം പുള്ളി പറഞ്ഞു, സാറ് വന്നിട്ടുണ്ട്, നാളെ അവിടെ ഉണ്ടാവും പറഞ്ഞു. എപ്പോഴാണ് ഫ്രീ ആവുണ്ടാവുക? ഉച്ചയ്ക്ക് പോക്കാം, അതല്ല പുള്ളി ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബൈക്ക് എടുത്ത് ചെന്നു. കറക്റ്റ് പുള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ ലോഹിതാസ് സാറ് സാധാരണ പറഞ്ഞ പോലെ മുണ്ടും ചുറ്റി, ഇടത്തെ കയ്യിൽ 35 സിഗരറ്റിൻ്റെ പാക്കറ്റ്, കയ്യിലൊരു സിഗരറ്റ് കത്തിച്ചിട്ടുണ്ട്, കത്തിക്കൊണ്ട് വന്നു. ചാരുകസേരയിൽ വന്നിട്ട് ഇരുന്നു. പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ഞാനും വിജുവും ചെന്നിരുന്നു. അല്ല, ഞങ്ങൾ സാറിനെ കാണാൻ വന്നതാണ്. അങ്ങനെ കുറേ മറ്റെന്താ പറയുക, സാറ് വന്ന വഴി നാടകം, ആദ്യത്തെ തിരക്കഥ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കുറേ കഥകൾ ഒരു 2 മണി മുതൽ 4 മണി വരെ എന്ന് പറഞ്ഞു. നമ്മുടെ ബാഗിൽ എഴുതി പൂർത്തിയാക്കിയ തിരക്കഥ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഒരു ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ടാണ് പോണത്. ആദ്യത്തെ ദിവസം ധൈര്യം വന്നില്ല, എടുത്തില്ല, വർത്തമാനം പറഞ്ഞു തന്നു. രണ്ടാമത്തെ ദിവസം പോയി, രണ്ടാമത്തെ ദിവസം 2-3 മണിക്കൂർ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് പോന്നു. മൂന്നാമത്തെ ദിവസം ചെന്നു. ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടാണ്. മൂന്നാമത്തെ ദിവസം പുള്ളി പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ, നിങ്ങളെന്നെ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട് പറഞ്ഞു. ഇവിടെ വരുന്നവർക്കൊക്കെ എല്ലാവർക്കും ആവശ്യങ്ങളായിരുന്നു. അഭിനയിക്കണം, അസിസ്റ്റൻ്റ് ആവണം, അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലാതെ വർത്തമാനം പറയാൻ രണ്ടാൾ ആദ്യമായിട്ട്. അതെടുക്കാൻ പറ്റില്ല. പിന്നെ എടുത്തില്ല, തിരക്കതെടുത്തില്ല ഇവർക്ക്. പക്ഷെ അതിനോട് അനുബന്ധമായിട്ട് പുള്ളി പറഞ്ഞു, ഇവർക്ക് ഇങ്ങനെ അലയേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ സ്വസ്ഥമായിട്ടുള്ള ഇടത്തിലിരുന്ന് അവർക്ക് കഴിയാവുന്നത് ചെയ്യാം. കഥ എഴുതാന്ന് വെച്ചാൽ പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങൾ കഥ എഴുതിയാൽ മതി. ഈ കഥ നിങ്ങൾ ആഴ്ചപ്പതിപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക. അവരത് പ്രസിദ്ധീകരിച്ചൊന്നും വരില്ല. നിങ്ങൾ നിരന്തരം അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരം അയച്ചു കഴിഞ്ഞാൽ ഈ പേര് കുറേ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എണ്ണം അവർ പൊട്ടിച്ച് വായിച്ചു നോക്കും. അതിൽ സ്പാർക്കുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യും. ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസർമാരോ നടന്മാരോ ഡയറക്ടർമാരോ ആരെങ്കിലും അതിൽ ഇമ്പ്രസ്ഡാണെങ്കിൽ അവർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ആ കഥ മേടിക്കും. അപ്പോൾ അവൈലബിൾ സോഴ്സിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സാധനമാണ് അതിൽ നിന്ന് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നു എന്നുള്ള അറിയിപ്പ് കൊടുക്കുന്നത്. ഞാൻ വീട്ടിൽ വന്നിരിക്കാം, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരികയാണ്. ഓക്കെ, അതിന് മുന്നേ കണ്ടിട്ടുണ്ടല്ലോ സാറിനെ. എന്നിട്ടാണ് ആ ഇരിപ്പിരിക്കുന്നത്. അപ്പൊ വരൂ, അത് കഴിഞ്ഞിട്ടല്ലേ എല്ലാം വരുന്നത്. അപ്പൊ പിന്നെ ആരെയും അപ്പൊ അതിന് മുന്നേ സിനിമ അന്വേഷണം നടന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ സിസ്റ്റംസ് ഒന്നും ഇല്ലെങ്കിലും, ആദ്യം തന്നെ അത് പറഞ്ഞല്ലോ, ഈ ആക്ടേഴ്സ് ഇല്ലെങ്കിലും നമ്മൾ സിനിമ എടുക്കും എന്നുള്ളൊരു സാധനം. അപ്പൊ അങ്ങനെ സിനിമ എടുത്ത കിളികളെ വെച്ചിട്ട് നിങ്ങൾ ചെയ്തൊരു വർക്ക് വി, അതിൽ
ജയദേവൻ മാഷ് എഴുതിയ സാധനം എനിക്ക് ഞാനത് ഭയങ്കരമായിട്ടിരുന്ന് വായിച്ചു. ഞാനത് വായിക്കുകയാണ്. സുദേവന്റെ സിനിമയിൽ കൊത്തി തിന്നാൻ പറ്റാ പുള്ളിനെ കൂട്ടുപുള്ളുകൾ ഒത്തൂട്ടുന്നത് കണ്ട് മനസ്സ് നിറയുന്നു. 7-8 വയസ്സുള്ള കന്നടക്കാരി അമ്മു അവളുടെ മുത്തശ്ശിയെ കുഞ്ഞുകുട്ടിയെപ്പോലെ ഓമനിക്കുന്നത് കണ്ട് മനസ്സ് നിറയുന്നു. കുരുവി എറേച്ചിയിൽ ശതാവരി വള്ളിയിൽ തൂങ്ങി ഊഞ്ഞാലാടി കൂടുണ്ടാക്കുന്നത് കണ്ട് മനസ്സ് തുളുമ്പുന്നു. കിളിപ്പഴ മരച്ചോട്ടിൽ കരിയിലകൾ വട്ടിയിൽ പെറുക്കുമ്പോൾ മനസ്സില്ലാതെയായി. ഇല്ലാതെയായി. ഇത് കവിത എന്നുള്ളതിനപ്പുറം ആ സിനിമ തന്നെ ഭയങ്കര പൊയറ്റിക്. അല്ല, മാഷക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. കുറെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. കുരുവികളെ വെച്ചൊരു സിനിമ എടുത്തു. അത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. അതായത് അനിയന് കാസർഗോഡ് ജോലി കിട്ടി പോകുന്നതോട് കൂടിയിട്ട് അനിയനും ഭാര്യയും കുട്ടിയും അങ്ങോട്ട് പോയി. ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം അമ്മയ്ക്ക് അടുക്കളയിൽ കയറുന്ന അത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് പ്രായാധിക്യം കാരണം ഞാനാണ് രാവിലെ, ഞാനിപ്പോൾ 9 മണിൻ്റെ ഉള്ളിൽ അമ്മയ്ക്കുള്ളതും അന്നേക്കുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോവുള്ളൂ. അപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ എനിക്ക് റെഡിയാവും. അപ്പോൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഈ 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന കുറേ തരം പക്ഷികൾ, എണ്ണാർക്കണ്ണന്മാർ, പലതരം കിളികൾ, കാക്കകൾ, അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് വരും. അപ്പോൾ ഞാൻ ക്യാമറ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് ഈ കിളികൾക്ക് ഫുഡ് കൊടുക്കുകയും അങ്ങനെ അത് ശീലമാക്കി. കിളികൾക്ക് ഫുഡ് കിട്ടും. അപ്പോൾ ഓരോ സമയത്ത് ഓരോരുത്തർ വരും. ആദ്യം കാക്ക വരും, അത് കഴിഞ്ഞാൽ മഞ്ഞ ചിറകുള്ള 2 പക്ഷികൾ വരും. ഒരു ജോഡിയാണ് അവർ വരിക. രണ്ടുപേരെയും കാണണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഈ എന്താണ് ചപ്പിലക്കിളികൾ എന്നൊക്കെ പറയും നമ്മളവിടെ. അതിനെ ഇതിൽ 7 സിസ്റ്റേഴ്സ് എന്നൊക്കെയാണ് അതിനെ ഗൂഗിളിൽ പറയുന്നത്. ഒരു ഗ്രൂപ്പായിട്ടാണ് ഉണ്ടാവുക. ഈ ഒരു ഗ്രൂപ്പ് വരും. അപ്പോൾ അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇവർ ഭക്ഷണം കഴിക്കുന്നതും വരുന്നതും പോകുന്നതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഒരാളുടെ ബുദ്ധിമുട്ട്, ഭക്ഷണം കൊത്തി തിന്നാനുള്ള ബുദ്ധിമുട്ടുള്ളൊരു ആളുടെ കൊക്കിനൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഞാനത് നിരന്തരം ഷൂട്ട് ചെയ്യുന്നു. ചുരുങ്ങിയത് ഒരു 5-6 മാസത്തോളം ഞാൻ നിരന്തരം ഷൂട്ട് ചെയ്തിട്ട് ഈ വിഷ്വൽസ് എൻ്റെ ലാപ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അത് ഈ കൊറോണയുടെ ടൈമിൽ ആ സമയങ്ങളൊക്കെയാണ് നമ്മളതിനെ ഒന്നുകൂടി പൊടി തട്ടിയെടുത്ത് ക്രോഡീകരിച്ച് ആ സാധനം എഡിറ്റ് ചെയ്തിട്ട് നമ്മളൊരു വർക്കാക്കി മാറ്റുന്നത്. അത് നല്ല രസമായിരുന്നു. കാരണം നമ്മളെ പ്രകൃതിയുടെ ഒപ്പം ഇങ്ങനെ പോകുമ്പോൾ, അത് ക്യാമറ ആയിട്ട് പോകുമ്പോൾ നമ്മളെപ്പോഴും ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും, ശ്രദ്ധ കൂടും, ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ കാണും, എല്ലാറ്റിലും സൗന്ദര്യം കണ്ടെത്തും. അത് ഉണങ്ങിയ ഇലയിലും വിടർന്ന് നിൽക്കുന്ന പൂക്കളാണെന്നുണ്ടെങ്കിലും അബ്സ്ട്രാക്റ്റ് ഇമേജസും മുതൽ എല്ലാ സംഭവങ്ങളും എല്ലാം പ്രകൃതിയിലും ഉണ്ടല്ലോ. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി അവയർനെസ് വരികയും നമ്മളും ആ ഒരു ധ്യാനാവസ്ഥ ശീലിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അർജൻറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഞാനെപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് പറയും, ധൃതി പിടിച്ചിട്ട് ആര് എന്ത് വരുന്നുണ്ടെങ്കിൽ അവരെ ആദ്യം ഒഴിവാക്കിക്കോളും. ആ ധൃതി പ്രശ്നമാണെന്ന് പറഞ്ഞു. സമയം ഉണ്ടാവണം. അപ്പോൾ ഈ സമയമുള്ള ആളുകളെയാണ് ഞാൻ എൻ്റെ കൂട്ടത്ത് ചേർത്തിട്ട് ഞങ്ങളുടെ കൂടെ വരുന്നതൊക്കെ ഇഷ്ടംപോലെ സമയമുള്ള ആളുകളായിരുന്നു. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സമയം. അതെ, നമുക്ക് എപ്പോൾ ഷൂട്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, എത്ര നാൾ ചെയ്യുന്ന അറിയില്ല, പറയില്ല. അപ്പോൾ വൃദ്ധൻ എന്നുള്ള എപ്പിസോഡ് അകത്തോ പുറത്തോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 മാസമാണ് ആ വീട് നമ്മൾ റെൻറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരും അവിടെ വരും. അഭിനയിക്കുന്നവരും അഭിനയിക്കാത്തവരും ക്യാമറാമാരും ആർട്ടും എല്ലാവരും വരും. ആ അഭിനയിക്കുന്ന ചെറിയ കുട്ടീനെയും കൊണ്ടുവരും. കുട്ടീനെ ആ വീട്ടിലൊക്കെ ഓടിക്കളിക്കാൻ വിടും. കുട്ടിക്ക് ആ വീട് കുട്ടിയുടെ വീടായിട്ട് തോന്നുന്നത് വരെ കുട്ടീനെ നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വൃദ്ധനായിട്ട് ഒരു ബൊമ്മ ഉണ്ടാക്കി കിടത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടിയോട് മുത്തശ്ശന് ഗുഡ് മോർണിംഗ് പറയാൻ പറയും. അപ്പോൾ കുട്ടി മുത്തശ്ശന് ഗുഡ് മോർണിംഗ്, പോകുമ്പോൾ ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് പോകും. അങ്ങനെ ശീലിപ്പിച്ചതിന് ശേഷമാണ് നമ്മളത് സിനിമ അവിടെ ഷൂട്ട് ചെയ്യുന്നത്. 40 മിനിറ്റുള്ള എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ 2 മാസം ടൈമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം റിയാലിറ്റിയാണ് നമ്മളതിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത്, വൃദ്ധൻ എന്നുള്ള എപ്പിസോഡ്. അപ്പോൾ അതിന് ഈ സമയം ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ പണത്തിൻ്റെ കുറവ് നമ്മൾ മറികടക്കുന്നത് നമ്മുടെ സമയം വെച്ചിട്ട്. ക്യാമറ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഒരു ദിവസം 2 ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലും സമയമാണ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഷൂട്ട് ചെയ്യുന്നത് ഈ വെട്ടിയിട്ട മീനിൻ്റെ കഷ്ണങ്ങളുടെ മേലെ ഈച്ച വന്ന് പാറുന്നത് രാവിലെ ഒരു 9 മണി മുതൽ 10 മണിൻ്റെ ഉള്ളിലുള്ള ടൈമിൽ കിട്ടണം.
രാവിലെ മീൻകാരൻ വന്നു, മീൻ നേരേക്ക് ഇട്ടു, അത് കഴിഞ്ഞ് പൂച്ച വന്നു, ഈ സാധനം. അപ്പോൾ ഈ ഷോട്ട് എടുക്കാൻ നമ്മളൊരാഴ്ചയോളം സമയം എടുത്തിട്ടുണ്ട്. കാരണം പൂച്ച നമ്മൾ ട്രെയിൻഡ് പൂച്ചയല്ലല്ലോ. അവർ പൂച്ചേനെ നമ്മൾ വരുത്താൻ വേണ്ടി മീൻ വാങ്ങിച്ചിട്ട്, ക്യാമറാമാൻ വരേണ്ടത് മീൻ വാങ്ങിച്ചിട്ടാണ് വരിക മാർക്കറ്റിൽ നിന്ന്. മീൻ വാങ്ങിച്ചു വന്നിട്ട് നമ്മുടെ വിനോദ് അവിടെ നിന്നിട്ട് മീൻ നേരെയാക്കും. പൂച്ച അപ്പുറത്ത് പെറ്റ് കിടക്കുന്നുണ്ട്, അപ്പോൾ അവൻ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യത്തെ ദിവസം നേരേക്ക് മൂപ്പര് കുറേ ദൂരെ വന്നിരിക്കും. ഞങ്ങൾ അത്ര ദൂരെ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പര് അവിടെ നിന്ന് കഴിച്ച് പൊക്കോളും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പര് ഏതാണ്ട് അടുത്തേക്ക് എത്തി. ഇവർ അപകടകാരികളെല്ലാം മൂപ്പർക്ക് മനസ്സിലായി. പിന്നെ ഇവൻ്റെ ചുറ്റോറ് നടക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ആ ഷോട്ട് ഒരാഴ്ച കൊണ്ടാണ് ആ പൂച്ചയുടെ ഷോട്ട്സ് മാത്രം നമ്മൾ എടുക്കുന്നത്. അപ്പം ബാക്കിയുള്ള ടൈമിൽ ഞങ്ങളിരുന്ന് വർത്താനം പറയുന്നു, സിനിമ കഥ പറയുന്നു, പുസ്തകത്തിൻ്റെ രാവിലെ 1 മണിക്കൂറാണ് ഷോട്ട് ഷോട്ടുള്ളൂ. അത് നമ്മൾ ആ സമയമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ഒരു ദിവസം ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ 360 ഷോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അങ്ങനെ സമയമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്നു, നമ്മുടെ സൗഹൃദത്തിലുള്ള ആളുകൾ സ്വസ്ഥമായിട്ട് വരുന്നു, അവർ മറ്റു ജോലികൾക്കും പോകും. അതെ, ഭയങ്കര നമ്മൾ സാധാരണ സിനിമ ചർച്ചകൾ അല്ലെങ്കിൽ സിനിമ എന്നൊക്കെ പറയണ അങ്ങനത്തെ ഒരു സ്പേസേ അല്ല. ഇപ്പോൾ സുധേവിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ കഥ കേൾക്കുക, കഥ പറഞ്ഞാലും കേട്ടാലും ഭയങ്കര പീസായിട്ടുള്ളൊരു സ്പേസാണത്. സിനിമയാണെന്നുണ്ടെങ്കിലും പുസ്തകമാണെന്നുണ്ടെങ്കിലും. പിന്നെയുള്ള മേജർ ഒരു ഇൻട്രസ്റ്റ് ട്രാവലാണ്. യാത്ര അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ സമയമെടുത്ത് പ്ലാൻ ചെയ്ത്, ലൈക്ക് അതൊരു വേറൊരു മോഡാണല്ലോ. എല്ലാം സുധേട്ടൻ എനിക്ക് പറഞ്ഞത് ഒരു ധ്യാനാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന സ്പേസ്. അതിപ്പോൾ യാത്രയാണെങ്കിലും ആ ഒരു മോഡിലാണ് പിടിക്കുന്നത്, ഈ വായനയാണെങ്കിലും അതാണ്. സിനിമ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഒഴുക്കിന് നമ്മൾ എടുത്തു വരണം. നമുക്ക് ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ആർക്കും ആൻസറബിൾ അല്ലാതെ അതിൻ്റെ ഒരു വലിയ പ്രിവിലേജ് ഉണ്ട് ആ കാര്യത്തിന്. പക്ഷേ നമ്മൾ അങ്ങനെയാണ് ചെയ്തു പോരുന്നത്. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാരാണ് സുധേട്ടൻ കണ്ടെടുത്തിട്ടുള്ളത്. അതും വർഷങ്ങൾ കൊണ്ട് കണ്ടെടുത്തിട്ടുള്ള കുറേ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് അത്. നമ്മളുടെ ഈ ഗ്രൂപ്പിൽ അങ്ങനെ അല്ലാത്തൊരാൾക്ക് നിൽക്കാൻ പറ്റില്ല. അതെ, അവർ വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ ധൃതിയിൽ 2 ദിവസമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവരായിട്ട് പൊക്കോളും. നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ മതി. നന്ദി മോനെ, ഒന്നും ചെയ്യാതിരുന്ന അതെ, ഒന്നും ചെയ്യാതെ നമ്മൾ നല്ല യാത്രകളും ഒരു വളരെ എത്ര നാളായി ഇപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പ് എന്തോ ബൈ റോഡ് പോയി വന്നു. അത് സിജുവിൻ്റെ കൂടെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ടോട്ടല് ഡ്രൈവ് ചെയ്ത ദിവസങ്ങൾ 120 ദിവസങ്ങളോളം അതും കൂടി നമുക്ക് പറയാം. സിനിമയും പുസ്തകവും ഒക്കെ കഴിഞ്ഞാൽ യാത്ര ഭയങ്കര യാത്ര സിജുവിൻ്റെ ആക്ച്വലി എൻ്റെ പ്ലാൻ അല്ല. ഞാൻ പ്ലാൻ ചെയ്ത് പോകുന്ന ആളല്ല. അവൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് പോകണം. അപ്പോൾ അവന് ആ അനുഭവങ്ങൾ അവൻ ചിലപ്പോൾ പുസ്തകമായിട്ട് എഴുതാം, യൂട്യൂബ് ചാനലിലിടാം, അങ്ങനെ സംഭവം. അപ്പോൾ എനിക്ക് ഒരു ഉദ്ദേശമില്ല, യാത്ര ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്, എന്നാൽ തന്നെ ഞാൻ എത്ര ഫോട്ടോ എടുക്കുമെന്നുള്ള എനിക്കറിയില്ല. എല്ലാവരും എടുക്കുന്ന ഫോട്ടോസൊന്നും ഞാൻ എടുക്കുന്നില്ല. ഞാൻ ലെൻസും വെച്ചിട്ട് ഇരിക്കാന്നല്ലാതെ നോർമലി ഇപ്പോൾ താജ്മഹൽ ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, ആ പരിപാടി ഞാൻ ചെയ്യില്ല. ഞാൻ എടുത്ത ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് താജ്മഹലാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല. അങ്ങനത്തെ ഫോട്ടോ ആയിരിക്കും ഞാൻ എടുക്കുകയും ചെയ്യാം. അപ്പം എനിക്കങ്ങനെ ഉദ്ദേശങ്ങളില്ല സിജു. പക്ഷേ യാത്രയാണ് എനിക്കിഷ്ടമാണ്, ഞാൻ വരാം. എത്ര നാൾ എന്തായിരുന്നു ആ ട്രിപ്പിൻ്റെ ഒരു? അത് 90 ദിവസത്തോളം ആണ് ആദ്യത്തെ ട്രിപ്പ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ 25 ദിവസത്തെ രണ്ടാമത്തെ, പിന്നെ ഒരു 20 ദിവസത്തെ വേറെ, ഇനി ഒരു 10-25 ദിവസത്തെ ഒരു ട്രിപ്പ് കൂടി ബാക്കിയുണ്ട്. അതിൻ്റെ ടൈം ആവാൻ നിൽക്കുന്നു. അതെന്താ വെച്ചാൽ നിങ്ങൾ അത് തരുന്ന ഒരു എന്താ പറയുക, നമുക്ക് തരുന്നൊരു ഫിലോസഫി എന്ന് പറയുന്ന സാധനം നോക്കുകയെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു റൂമിൽ നിന്ന് നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ബാഗിലാക്കുന്നു, ആ റൂമിനെ ഉപേക്ഷിക്കുന്നു, അടുത്ത റൂമിൽ ചെന്ന് കയറുന്നു, വീണ്ടും അന്നേ ദിവസം വീണ്ടും പാക്ക് ചെയ്യുന്നു, വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഇത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെവിടെയും സ്ഥിരമാവുന്നില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് ഓരോ ഫുഡ് എന്താണോ അവൈലബിൾ അതിനെ സ്വീകരിച്ചും കൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതൊരു ഡ്രീമി സാധനമാണത്. ലൈഫിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെയാണ് ജീവിച്ച് നമ്മളെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് നമുക്ക് സാധ്യമാവുന്നത് ഇങ്ങനത്തെ യാത്രകളിലാണ്. ഓരോ ദിവസം ഓരോ കാഴ്ചകളാണല്ലോ കാണുന്നത്.
ഓരോ സംസ്കാരം, ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ ഒക്കെ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചില സംഭവങ്ങൾ നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഗുണമുണ്ടാവുള്ളൂ. മറ്റത് നമ്മൾ താൽക്കാലികമായിട്ട് വായനാസുഖത്തിന് വേണ്ടി നമ്മളൊരു പുസ്തകം വായിക്കുന്നു, യാത്രാവിവരണം വായിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വായനാസുഖം തരുന്നു. താൽക്കാലികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അപ്പുറത്താണ് ഒരു യാത്ര നിങ്ങൾക്ക് തരിക. അപ്പോൾ അതുകൊണ്ട് പരമാവധി യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നല്ല തീരുമാനം. ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യയാണ് കവർ ചെയ്തിട്ടുള്ളത്. ഒരു റൂട്ട് എന്ന് പറയാമോ, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു? ഇവിടെ കൊച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടുന്ന് ഇങ്ങോട്ട് കയറി തമിഴ്നാട് വഴി വിശാഖപട്ടണം, അങ്ങനെ ആന്ധ്ര, പിന്നെ ഒറീസയിൽ കയറിയില്ല, അതിൻ്റെ പുറത്തുനിന്ന് ബോർഡറിലേക്ക് കിടന്ന് എന്താ പറയുക, ആന്ധ്ര, തെലങ്കാന, ഛത്തീസ്ഗഡ്, ഹിമാചൽ, അതിന് മേലെ നമ്മൾ ഡൽഹി കയറാതെ ഡൽഹി ബോർഡർ വഴി പുറത്തേക്ക് കയറി രാജസ്ഥാൻ, ഇങ്ങനെ തിരിച്ച് ഈ വഴിക്ക് ഇങ്ങോട്ട് ഇറങ്ങി മധ്യപ്രദേശ്, ഗോവ, ഇങ്ങനെ അതിൻ്റെ ചില ഏരിയകളിൽ രണ്ടാമത് അവിടെ ഈ ഇന്ത്യനെ ഇങ്ങനെ ചുറ്റി വരുന്ന പോലെയാണ് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇടയിൽ കൂടെ ഒരു ട്രിപ്പ് രണ്ടാമത് 2 പ്രാവശ്യം പോവുകയും ചെയ്തു. അതിൻ്റെ എന്താ പറയുക, ഡ്രോയിങ് ഉണ്ട്, ഭൂപടം വരച്ചിട്ടാണ് മാപ്പ് വെച്ചിട്ട്. സിജുവിൻ്റെ കയ്യിൽ മാപ്പുണ്ട്, ഓരോ ദിവസവും ട്രാവൽ ചെയ്യുന്നത് വരച്ചിട്ടാണ് പോവുക. അത് ഞാൻ അയച്ചുതരാം. ഓ അടിപൊളി. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു റോഡ് ട്രിപ്പ് ഭയങ്കര ആഗ്രഹം. നമ്മൾ ഓൾറെഡി പോയൊരു റൂട്ട് ഉണ്ട്. അത് വരച്ചിട്ട് അവൻ ഭൂപടത്തിൽ എല്ലാ ദിവസവും വരയ്ക്കുന്നുണ്ട്. ആ വരച്ചത് ഞാൻ തരാം. ഭയങ്കര പ്ലാനിങ് മനുഷ്യനാണല്ലേ. അല്ല, ഞാനും സുധേവന്റെ പോലെ ഒരാളാണ്, ഭയങ്കര പ്ലാൻ ചെയ്യാതെ അത്രയ്ക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അവൻ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന പ്രായം മുതൽ യാത്ര തുടങ്ങിയ മനുഷ്യനാണ്. അവൻ്റെ കോട്ടയത്ത് നിന്ന് തിരുവല്ലാമല വരുന്നത് സ്റ്റഡി ലീവിൻ്റെ സമയത്ത് അവൻ ട്രെയിൻ കയറി വന്നിട്ട് തിരുവല്ലാമല കണ്ടുപോയ ആളാണ്. ആ പ്രായം മുതലേ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവന് ആ ജോലി ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അയാൾ ട്രെയിൻ മാർഗം പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, ഫ്ലൈറ്റ് മാർഗം പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഉള്ളത് കാർ വഴികളായിരുന്നു. ഞാനും കുറച്ചൊരു റോഡിന്റെ ആളായതുകൊണ്ടാണ് കാർ വഴിയുള്ളത് കഴിഞ്ഞു. ഇനി അയാള് ഇന്ത്യ കഴിഞ്ഞു എന്നാ പറഞ്ഞിട്ടുള്ളത്. അതെ, ഇനി വിദേശമാണ്. അതാ ഞാനതിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അത് എൻ്റെ പ്ലാൻ അല്ല ശരിക്കും. പക്ഷേ യാത്രകൾ എന്ന് പറയുമ്പോഴേ അത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യും. അത് നമ്മൾ ആദ്യം മുതൽ ചെയ്തിരുന്ന സാധനം. അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഡൽഹിയിൽ പോയ സമയത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഡൽഹി മുഴുവൻ അങ്ങനെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് തോന്നില്ലെങ്കിൽ ഞാൻ ഈ ഇരിപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. അത് 2000-ന് മുമ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ, നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങണു, ആദ്യം കണ്ട ബസ്സിൽ കയറണു, അങ്ങോട്ട് പോകണു, പൊന്നാനി പോകുക വെച്ചാൽ പൊന്നാനി കഴിഞ്ഞിട്ടെങ്കിൽ അത് കഴിഞ്ഞ് ഇത് എവിടെ വരെ പോകും എന്നുള്ള മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ഈ വഴി ഗുരുവായൂർ വന്ന്, തൃശ്ശൂർ വന്ന്, പിന്നെ ഷൊർണൂർ പോയി, അങ്ങോട്ട് വന്ന് പട്ടാമ്പി വന്ന്, അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും വീടെത്തും. അങ്ങനെ വെറുതെ പോവും, പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. മനസ്സിലായി. അത് എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് യാത്ര. പിന്നെ ഉള്ളത് സിനിമയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുണ്ടാവുക, ഒതുങ്ങിയിരുന്നിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് തിയേറ്ററായിരിക്കും. സിനിമ കാണുക, യാത്ര ചെയ്യുക, 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അതിലൊരു മറ്റാളുകൾക്ക് ഇപ്പം നമ്മൾ സമാന്തര സിനിമ, ആർട്ട് സിനിമ അങ്ങനെ പേരൊക്കെ ഇട്ടിട്ടാണ് വിളിക്കുക. അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. ഇത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ എടുക്കുന്നതേ ഉള്ളൂ. അത് തന്നെ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 4 സിനിമ തട്ടുംപുറത്തപ്പൻ സിനിമ വരെ ഞാൻ ഈ IFFK കണ്ടിട്ടില്ല. ഫെസ്റ്റിവൽ കണ്ടിട്ടില്ല, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ ഞാൻ കാണുന്ന മുഴുവൻ തിയേറ്റർ സിനിമകളാണ്. അതൊരു സിനിമ തന്നെ 3-4 പ്രാവശ്യമൊക്കെ കാണും. അത് ചിലപ്പോൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പാട്ട് അത്രയും ഉച്ചത്തിൽ ഭയങ്കര ഇതിൽ കേൾക്കാം, നല്ല രസമാണ് കേൾക്കാൻ, തിയേറ്ററിൽ നിന്ന് പാട്ട് കേൾക്കാൻ. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കാണാറുണ്ട്. ചിലപ്പോൾ പടം ഇഷ്ടമായിട്ട് കാണും. പടം മാറിയിട്ടില്ലെങ്കിൽ 2ാം വാരം കളിക്കിച്ചാൽ പിന്നെയും പോയി കാണും. ആഴ്ചയിൽ ഒരു സിനിമ 2-3 സിനിമ എന്തായാലും കണ്ടേ പറ്റും. അങ്ങനെ പോയിരുന്നു. അപ്പോൾ ഈ ഫെസ്റ്റിവൽ സിനിമ കണ്ടിട്ടില്ല, ക്ലാസിക്സ് കണ്ടിട്ടില്ല എന്നുള്ളത് എൻ്റെ വീട്ടിൽ TV ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെടുത്ത സിനിമയൊക്കെ അമ്മ കാണുന്നത് അപ്പുറത്തെ വീട്ടിൽ പോയിരുന്നിട്ട് ആ TV യിലിട്ടിട്ടാണ് കാണാം. അപ്പോൾ വീട്ടിൽ TV വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, അച്യുതാനന്ദൻ്റെ വീട് പുതുക്കി പണിയുന്ന സമയത്ത്
ആനന്ദിൻ്റെ വീട്ടിൽ ടി വിയും VCR എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അവരുടെ വീട് അവിടെ ഇടിച്ചു പൊളിച്ചിട്ട് പുതിയത് ഉണ്ടാക്കുകയാണ്. ഒരു കൊല്ലം അത് എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലായിരിക്കണം. അപ്പോൾ പ്രദീപേട്ടൻ, ബിന്ദു ടീച്ചർ, അങ്ങനെയുള്ള കുറേ ആളുകൾ അവരവരുടെ കയ്യിലുള്ള കളക്ഷൻസ് എനിക്ക് കൊറിയർ പോസ്റ്റലായിട്ട് അയച്ചു തരാണ്. അങ്ങനെ ഒരു ദിവസം 4 സിനിമ വെച്ചിട്ട് ഒരു കൊല്ലം നമ്മളിരുന്ന് സിനിമ കാണണം. അത് ഡക്കാലോഗ് സീരീസ് മുതൽ ബെർഗ്മാൻ, തർക്കോവ്സ്കി മുതലുള്ള മുഴുവൻ മാസ്റ്റേഴ്സിനെയും ആ ഒരു കൊല്ലത്തിൽ ഡെയിലി റുട്ടീൻ ദിവസം 4 സിനിമ വെച്ചിട്ട് അങ്ങോട്ട് കണ്ട് തീർത്തു ഇവർ തന്ന സിനിമകളൊക്കെ. അങ്ങനെയാണ് ഈ ആർട്ട് ഹൗസ് സിനിമകൾ വ്യാപകമായിട്ട് കാണുന്ന ശീലത്തിലേക്ക് വരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് പിറ്റത്തെ കൊല്ലം അപ്പോഴേക്ക് സന്തോഷിന്, നമ്മുടെ സന്തോഷ് തട്ടുമ്പുറത്തപ്പനായിട്ട് അഭിനയിച്ച സന്തോഷ് തിരുവനന്തപുരത്ത് ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് ഉള്ളതിൻ്റെ ഒരു ബ്രാഞ്ച് അവിടെയും കൂടി ഓപ്പൺ ചെയ്തു തിരുവനന്തപുരത്ത്. അപ്പോൾ അവൻ സ്റ്റാഫിന് വേണ്ടി ഒരു വീട് എടുത്തിട്ടുണ്ട്. ആ വീട്ടിൽ പോയി നിൽക്കാം, ഫുഡും അവിടെ നിന്ന് അവൻ തരും. അതുകൊണ്ടാണ് ആ കൊല്ലം IFFK കാണാൻ ആദ്യമായിട്ട് വരുന്നത്. അത് 2010-11 ആദ്യത്തെ ഫെസ്റ്റിവൽ കാണും. അവിടെ നിന്നാണ്ട് പിന്നെ മുടങ്ങാതെ എല്ലാ കൊല്ലം ഗോവ. അത് 2010 വരെ അതൊന്നും കണ്ടിട്ടില്ല. അതിനുശേഷമാണ് നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന സിനിമകളാണ് നമ്മളെ ആകർഷിക്കുന്നത്. നമ്മൾ ഫെസ്റ്റിവലിന് മീറ്റ് ചെയ്യുന്ന ആദ്യമായിട്ട് അതെ, ഗോവ. അതെ, അത് വേറൊരു വേൾഡ്. അതെ, അതായത് ഒന്നിൻ്റെയും തുടക്കമോ അവസാനമോ അല്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഫയർ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. അത് ഏതിലേക്കാണ് പോകണമെന്ന് നോക്കിയാൽ മതി. നമ്മൾ വാശി പിടിച്ച് ഇതന്നെ വേണമെന്ന് വിചാരിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഓക്കെ, ഞാനും അങ്ങോട്ടേക്കുള്ള ഒരു സുധേൻ്റെ ഒരു ജീവിതത്തിൽ സുധേൻ ഫോളോ ചെയ്യുന്നൊരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു ആദർശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഓരോ സമയത്തും അത് കുറേയൊക്കെ നമ്മൾ വായനയാണ് നമ്മളതിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. പിന്നെ ജീവിച്ചു പോവുക എന്നുള്ള സാധനത്തിൽ വളരെ മിനിമലായിട്ട് നമുക്ക് സാധിക്കും. അനവധി ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ. അതിൽ നമ്മളിപ്പോൾ G കൃഷ്ണമൂർത്തി ആയാലും UG കൃഷ്ണമൂർത്തി ആണെന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ തോട്ട്സ്, ഇനിയിപ്പോൾ ഓഷോൻ്റെ വാചകങ്ങളാണെന്ന് വെച്ചാലും എല്ലാം ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും നമ്മൾ ഫോളോ ചെയ്ത് നാളെ മുതൽ സന്യാസിയാവാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇപ്പോൾ മാർക്സ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള സാധനമുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ആഗ്രഹമുണ്ട്. നമ്മളെല്ലാം അറ്റൻഡ് ചെയ്യുന്നു, എല്ലാം കാണുന്നു, വായിക്കുന്നു, അറിയുന്നു. നാളെ അതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഗുണമായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റീനെയും ബാധിക്കും. നിങ്ങൾ ചെയ്യുന്ന വരയ്ക്കുകയാണെന്ന് വെച്ചാലും കഥ എഴുതുകയാണെങ്കിലും ഇതിൻ്റെയൊക്കെ ലാഞ്ചന അതിലേക്ക് വന്നേക്കാം. ഇപ്പോൾ സിസ്റ്ററിനും പറയുകയാണെങ്കിൽ ഈ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ നിറയെ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റർ അല്ലെങ്കിൽ ഫിലിം മേക്കർ അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയോളജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ്. കൂടുതൽ നമ്മൾ ഇപ്പോൾ എടുത്തു പറയാം മലയാളത്തിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് 2-3 പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വീക്കാനാണ്. പിന്നെ ബഷീർ, മാധവിക്കുട്ടി, OV വിജയൻ, അങ്ങനെ ലിസ്റ്റ് നീണ്ടതാണ്. പുറത്ത് പോകുമ്പോൾ നമ്മൾ മാർക്കേഴ്സാണ് എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് വരിക. പിന്നെ അതിനേക്കാൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ കോളറല്ല, ഈ ഏകാന്തതയുടെ 100 വർഷങ്ങൾ. കോളറക്കാളും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. ഞാൻ കുറേ ആളുകൾക്ക് അത് പ്രസൻ്റായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാപ്പിയോൺ, ഹെൻറി ഷാരിയർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നു. അത് സുധേട്ടൻ പറഞ്ഞിട്ട് വായിച്ച സാധനമാണ്. അത് ഞാൻ ഒരുപാട് പേർക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അത് നമുക്ക് കോൺഫിഡൻസ് തരുന്ന ചില സാധനങ്ങളാണ്. നമുക്ക് പുസ്തകങ്ങൾ വായനയാണ് ശരിക്കും എനിക്ക് ആ ഒരു ധൈര്യം തരുന്നതും. ഞാൻ ഈ സ്പീഡിൽ നിന്ന് ഇങ്ങോട്ട് സ്ലോവിലേക്ക് വരുന്നത് പുസ്തകമാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഭാഗത്ത് ഇരുന്ന് വായിക്കുക എന്ന് പറഞ്ഞൊരു പുസ്തകം നിങ്ങൾക്ക് തരുന്ന അറിവിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് 2 ഗുണങ്ങളും കൂടി തരും. അതൊന്ന് ക്ഷമയാണ്, പിന്നെ ഒന്ന് ആ ഒരു സ്ലോ എന്ന് പറഞ്ഞ സാധനം അതിൽ വായിക്കുക എന്ന് പറയുന്നത് ഒരു ഇരുത്തമാണല്ലോ. ഒരു ഭാഗത്ത് ഇറങ്ങാതെ നിങ്ങൾക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുക എന്നുള്ളൊരു വേറെ ഒന്നും ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പം അങ്ങനെ കുറേ വായന കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓഡിയോ ബുക്സ് ഒക്കെ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല. വായന നമുക്ക് അതിപ്പോൾ നമ്മുടെ പോലുള്ള തലമുറയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായേക്കാം.
അപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം അവർ അങ്ങനെയാണ് തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പുസ്തകം കിട്ടുമ്പോൾ ആദ്യം നമ്മൾ നടുപേജും വിളിച്ചിട്ട് മണത്ത് അതൊരു ഹരം തരുന്നൊരു സാധനം. അപ്പോൾ വെറുതെ വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് സ്മെല്ല് ചെയ്തിട്ട് വെച്ചാൽ അത് പുതിയ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യണതാണല്ലോ. അപ്പോൾ അവിടെ മുതൽ നമ്മൾ അതിലേക്ക് വരും. പിന്നെ വായന ഭയങ്കര ഒരു എന്താ പറയുക, ഒരുപാട് വായിച്ച ഒരാളെന്നല്ല കേട്ടോ. ഞാൻ വളരെ കുറച്ച് വായിച്ചിട്ടുള്ള ആളാണ്, ഫോക്കസ് ചെയ്ത് വായിച്ചിട്ടുള്ള ആളാണ്. ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഇപ്പം ഞാൻ ഇപ്പോൾ ആദ്യമൊക്കെ വായനശാല ചെന്ന് കയറിയിട്ട് സ്കൂളിൽ 2-3 കൊല്ലം ടൈം ടേബിൾ വെച്ച് വായിച്ച അതുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെ മുഴുവൻ പുസ്തകങ്ങളും ചെയ്തിട്ടില്ല. എന്നാൽ മുഴുവൻ വായിച്ചിട്ട് കുറച്ചെങ്കിലും മുഴുവൻ വായിച്ചിട്ടുള്ളത് VK-നും ബഷീറും പിന്നെ ഷെർലക് ഹോംസാണ്. ഷെർലക് ഹോംസ് നമ്മുടെ ഫേവറേറ്റ് ആണ്. അതെന്താ വെച്ചാൽ അതാ ചേഴ്സിലെ പരാമർശം വരുന്നതൊക്കെ നമ്മുടെ കൂടിയാണത്. നമ്മൾ ഇടയ്ക്ക് കുറേ നേരം ബഷീറിനെ വായിച്ച് കഴിഞ്ഞാൽ ഷെർലക് ഹോംസ് വായിക്കാം, KB എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ. അറ്റ് എ ടൈം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണോ? അതിങ്ങനെ അതായത് ഇത് നമ്മൾ കുറച്ചെത്തുമ്പോഴേ നമുക്കത് നീങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഷെർലക് ഹോംസ് എടുത്തിട്ടൊരു കഥ വായിച്ചു കഴിഞ്ഞാൽ ചാർജ് ആവും. അതെ, പിന്നെ ഇതിലേക്ക് തിരിച്ചു വരാം. അങ്ങനെയൊക്കെ മനസ്സിലായി. സിനിമകളാണെങ്കിൽ ഒരു ഡയറക്ടർ അങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുണ്ടോ ഒരാൾ, അല്ലെങ്കിൽ ഒരാളല്ല ഒരുപാടുണ്ടാവും? സിനിമ തിയേറ്ററിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള തിയേറ്ററിൽ നിന്നാണ്. അതായത് ആ വലിയ സ്ക്രീനിൽ കാണണം. മറ്റേതിപ്പോൾ ലാപ്പിൽ TV-യിൽ ഇരുന്നിട്ടാണ് ക്ലാസിക്സ് കൂടുതൽ കണ്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ അതിലുണ്ടാവും. അത് വലിയ സ്ക്രീനിൽ കാണുന്ന ഇമ്പാക്റ്റും വേറെയാണ് ഒരു സിനിമ. അപ്പോൾ അതായത് ഈ സിനിമ കണ്ട് സ്വാധീനിക്കപ്പെട്ട് ഞാൻ സിനിമ എടുക്കാൻ വന്നതല്ല എന്നർത്ഥം. മനസ്സിലായി. പക്ഷേ കമേഴ്ഷ്യൽ സിനിമകൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ തിയേറ്ററിലെ സിനിമകളോട് നമ്മൾ സ്വയമേവ നമ്മൾ കലഹിക്കുന്നുണ്ട്. എന്തിനാണ് നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്, എന്തിനാണ് ഇയാളെ അടി ഇത്ര നേരം? ഈ അടിക്കുന്ന ആളുകളൊക്കെ ഒരടി കിട്ടിയാൽ വീഴുന്നതാണ്. ഇവരൊക്കെ കുറേ നേരം തല്ലുകൂടുന്ന അതിനുള്ള സ്റ്റാമിന വേണം. ഇത്രയും ആളുകൾ അതിൻ്റെ റിയാലിറ്റിയും ഫാൻറ്റസിയും ഇത് സാധനം വ്യത്യാസം. പിന്നെ ഈ ആളുകളൊക്കെ കൊമേഡിയന്മാരാവുന്നത് എന്തുകൊണ്ടാണ്? ഈ കോമഡി പറയുന്ന ഇവർക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? അതായത് അതിന് വേണ്ടി ഒരു ക്യാരക്ടറാണല്ലോ ത്രൂ ഔട്ട് സിനിമയുടെ കൂടെ 2 സിൽബന്തികൾ ഇടം വല്ലതും നടക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ ആരും നടക്കുന്നില്ലല്ലോ. അവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ജീവിതങ്ങളില്ലേ? അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ്, കൂലിപ്പണി എടുക്കുന്നവൻ എങ്ങനെയാണ് കോമഡി ആയത്? അവർക്ക് കഥയില്ലേ? അവർ ജീവിക്കുന്നില്ലേ? എന്നുള്ള ചോദ്യങ്ങൾ കമേഴ്ഷ്യൽ സിനിമയോട് നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നു. പാട്ട് പാടാൻ വിദേശത്തേക്ക് പോകുന്നു, ഈ സാധനങ്ങളോട് നമ്മൾ കലഹിക്കുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ നോക്കുമ്പോൾ ഇവരൊക്കെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു, അവർ ജോലി എടുക്കുന്നു, സന്തോഷിക്കുന്നുണ്ട്, അവർ സിനിമ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ജീവിതമാണ് ഞാൻ നോക്കിയതും അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതും. അപ്പോൾ നമ്മുടെ സിനിമയിൽ വന്നതൊക്കെ സാധാരണ നാട്ടിൻപുറത്തെ ആളുകളും ആ നാടും അവരുടെ ഫീലിങ്സുകളും അവർ രസിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. എന്നെ ചിരിപ്പിക്കാൻ വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. അതെ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ വേറെ രീതിയിൽ ഈ സിനിമ മീൻസ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു വന്ന എല്ലാ സ്ഥലത്തും എനിക്ക് കേൾക്കുന്നവർക്കും മനസ്സിലാവുന്ന ഒരു സാധനം, അവനവനോട് ഏറ്റവും സത്യസന്ധമായിട്ട് നിന്നിട്ട് ജീവിക്കുക, ജോലി ചെയ്യുക, ജോലി എന്താണെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യുക. അതിൽ നമ്മൾ പുലർത്തുന്ന ഒരു സത്യസന്ധതയാണ്. എനിക്കിതാണ് ഇഷ്ടം, എനിക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ ഇല്ല, എനിക്കത് ആ ഒരു ക്ലാരിറ്റിയും ആ ഒരു ഓണസ്റ്റിയും, ഇതാണ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു സാധനത്തിലുള്ള നമ്മളൊരു ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളൊരു ജനറേഷൻ, ഇപ്പോൾ ഉള്ള ജനറേഷനല്ല, ഇങ്ങനത്തെ ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അങ്ങനെ അല്ലാത്ത ആൾക്കാരാണ് മെജോറിറ്റി. അവരുടെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ടാവും, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, എൻ്റെ ട്രൂ സെൽഫിനോട് സത്യസന്ധമായി നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും, പക്ഷെ പറ്റാത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സ്പേസിൽ വേറൊരു ഐഡിയൽ സ്പേസിലേക്ക് നിർബന്ധിതരാവുന്ന വലിയൊരു കൂട്ടം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ സുധേട്ടൻ പറഞ്ഞത് ഭയങ്കര ഡ്രീം ലൈഫാണ് ഒരുപാട് പേര്. സുധേട്ടൻ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം കാരണം നമുക്ക് വലിയ ബാധ്യതകൾ നമ്മൾ എടുത്തു വെക്കുന്നില്ല. ഈ പറഞ്ഞ നമ്മൾ ഈ പേസിലങ്ങ് പോയാൽ മതി, സമാധാനപരമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ ചോയ്സ് എളുപ്പമല്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചോയ്സാണ് ഏതൊരാളെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പ്
ഒരു സമൂഹത്തോട് സുദേവൻ എന്താണ് പറയാനുള്ളത്? എന്താണ് മനഃപൂർവ്വമായിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് ആലോചിച്ച് ചിന്തിച്ച് വന്നതൊന്നും അല്ലല്ലോ ആദ്യം തൊട്ട്, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരിക്കൽ പോലും സുദേവേട്ടന് പ്രൂവ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസിൽ വളരെ സ്വാഭാവികമായിട്ട് ഇരിക്കാൻ കഴിയുന്നത്? അല്ല, അത് അതിന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഞാനിങ്ങനെയാണ്, അങ്ങനെ വന്നു ഭവിക്കുന്നതാണ്. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായിട്ട് ക്യാമറയും എടുത്ത് ഫോട്ടോ പറമ്പിലും പാടത്തും പുഴയിലും ഒക്കെ എല്ലാ ദിവസവും ഇപ്പോഴും ഫോട്ടോ എടുക്കാൻ പോകും. ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരമൊക്കെ ഈ സൺലൈറ്റിനനുസരിച്ചിട്ടുള്ള എല്ലാം ഒരേ ദിവസം ഒരേ സ്ഥലം തന്നെ ഞാൻ പിന്നെയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ഒരു ദിവസം ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ ഹാപ്പിയാണ്. ഒറ്റ ക്ലിക്ക് കിട്ടിയാൽ മതി. ആ ഒരു എക്സ്പെക്ടേഷനും സെറ്റ് ചെയ്യുന്നതിൻ്റെ ആയിരിക്കും. അതായത് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ 2000 കുട്ടി എന്നുള്ളൊരു സ്പേസ് ഉണ്ടല്ലേ, കുട്ടിയായിരിക്കുക, ഈ പറഞ്ഞൊരു ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. അവർക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അവർക്ക് കുഞ്ഞോ വലുതോ ഒന്നുമില്ല, അവരവരുടെ സന്തോഷങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് പെട്ടെന്ന് അവർക്ക് സങ്കടവും വരും. ഈ ഒരു ഇപ്പൊ സുധേട്ടൻ പറയുന്നത്, എനിക്ക് ഇന്നൊരു ഫോട്ടോ സന്തോഷത്തിന് കിട്ടിയാൽ ഞാൻ എൻ്റെ അന്നത്തെ ദിവസം ധന്യമായി. അത് ഭയങ്കര രസമാണ്. അത് അങ്ങനെ അതിന്ന് പലതും പിന്നീട് വന്നേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കിളികളുടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഷോർട്ട് ഫിലിമിന് വേണ്ടി എടുത്തതൊന്നുമല്ലല്ലോ. അല്ല, അത് പിന്നീട് 4 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാനത് ഓർഡർ ചെയ്തിട്ട് നോക്കുമ്പോൾ അത് വേണമെങ്കിൽ 5 മിനിറ്റ് ഷോർട്ട് ഫിലിം ആക്കാമെന്ന്, അപ്പോഴാണ് അത് എടുത്തിട്ട് ആക്കുന്നത്. അത് ഷൂട്ട് ചെയ്ത സമയത്ത് ഇന്റൻഷനലിയും പോലും ചെയ്യുന്നതല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മളതിലേക്ക് എത്തപ്പെടുന്നു. അതിന് സൗന്ദര്യം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്വാഭാവികതയ്ക്ക് അതിന് സൗന്ദര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സിനിമകൾ ആ സ്വാഭാവികതയാണ് എനിക്ക് തോന്നുന്നു സുധേന്റെ ആർട്ടില്, സിനിമയില്, ജീവിതത്തില് എല്ലാം വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കട്ടെ എന്നുള്ളൊരു, അതൊന്നും സൗഹൃദങ്ങളും ഇല്ല, എല്ലാം വളരെ സ്വാഭാവികമായിട്ട് എന്തൊക്കെ ഒഴുകുന്നുണ്ടോ ആ ഒഴുക്ക് സംഭവിക്കട്ടെ. അത് ഭയങ്കര ഇൻസ്പയറിങ് ആയിട്ടുള്ളൊരു ജീവിത ഐഡിയോളജിയാണ്. ഒന്നും ഫോഴ്സ് ചെയ്യുന്നില്ല, നമ്മൾ ഒന്നിനെയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. എത്രയും സ്വാഭാവികമായിട്ട് ജീവിതം സംഭവിക്കുന്നു. പക്ഷെ അവിടെയും സുധേവന്റെ നിർബന്ധങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതാ ആ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതും എത്രയും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു അത്രയും സ്വാഭാവികമായിട്ട് സംഭവിക്കട്ടെ. അത് മറ്റാളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊരു സംഭവമുണ്ട്. ആരെയും ഹാംലെസ് ആയിട്ട്, ആർക്കും നഷ്ടങ്ങളില്ലാതെ, വേദനിപ്പിക്കാതെ. അതാണ്. അപ്പോൾ ഡോക്ടറാണെന്ന് വെച്ചാലും ഡോക്ടർ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് മുഴുവൻ പോവാനാണ് സാധ്യത. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുകയും മൂപ്പര് അതിൽ കൺവിൻസിങ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതെ, ഒരു വർഷം ടൈം വർത്താനം പറഞ്ഞ് സെറ്റായിട്ടാണ്. അതെ, നമ്മുടെ സിനിമ എടുക്കാൻ വരുന്ന പ്രൊഡ്യൂസറോട് നമ്മൾ ആദ്യം പറയുന്നത് ഈ പൈസ മുഴുവൻ പോവാനാണ് സാധ്യത, അത് പുള്ളി ഓക്കെ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വർത്താനം പറയാലോ. സംസാരിച്ചിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. അല്ല, ആ ഒരു കറേജ്, ഒരു ക്ലാരിറ്റി, അതൊക്കെ വരുന്നത് ഈ എക്സ്പെക്ടേഷൻസ് ഇല്ലാതെ ഈ സ്പേസിൽ നിൽക്കുന്നതിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ആരുടെ ഇമേജിനെ തൃപ്തിപ്പെടുത്താൻ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ നമ്മുടെ ഇത് സന്തോഷമായിട്ട് ജീവിച്ചു പോവുക, സാധ്യമായ പ്രവർത്തികൾ ചെയ്യുക, അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കുക, ഒപ്പം നിൽക്കുന്ന ആളുകൾ ഹാപ്പി ആയിരിക്കുക, നമ്മൾ ഹാപ്പി ആയിക്കോളും. സുദേവൻ, അതാണ് ലൈഫ് മോട്ടോ. എന്തൊരു വളരെ സമാധാനപരമായിട്ട് എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം സന്തോഷമല്ല, എൻ്റെ ചുറ്റിനുള്ള ആളുകളൊക്കെ ഹാപ്പി ആയിരിക്കണം. ഇപ്പോൾ വീട്ടിൽ ഒരാൾ വയ്യ അല്ലെങ്കിൽ പക്ഷെ അതിന് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല പറയാ, സന്തോഷം എന്നുള്ളത് ചുറ്റുമുള്ള ആളുകളെ കൂടി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ക്രൂസ്, നിങ്ങളുടെ ആളുകൾ, സെറ്റിൽ ഉള്ള ആളുകൾ, അത് നമ്മുടെ ഐഡിയോളജിയായിട്ട് ഒത്തുപോകുന്ന ആളുകളാണെങ്കിൽ അവിടെ സന്തോഷം ഉണ്ടാവും. അപ്പോൾ ക്രൈം നമ്പർ ഷൂട്ട് ചെയ്യാൻ ആദ്യമായിട്ട് നമ്മുടെ സെറ്റിലേക്ക് പുറത്തുനിന്ന് 10-15 സിനിമ ക്യാമറ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ഷാൻ വരികയാണ്. ഷാനിനോട് ഞാൻ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, നീ അവിടെ ക്യാമറ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ വന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് അഭിനയിക്കുക, ആ രീതിയിലുള്ള സാധനമായിട്ട് ആക്ടറുടെ അടുത്ത് പോകരുത്. നിനക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ആക്ടറെ ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ നീ നിൻ്റെ അസിസ്റ്റൻറ്റിനെ ചീത്ത വിളിക്കുകയോ തെറി വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പാക്കപ്പ് പറയും, പിന്നെ ഷൂട്ട് ഉണ്ടാവില്ല പറഞ്ഞു.
അതെ, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കൾച്ചറും ഉണ്ടല്ലോ നമ്മുടെ സിനിമാസ്. അതെ അതെ, എനിക്ക് ആരും ചീത്ത വിളിച്ചും തെറി വിളിച്ചിട്ടും അവിടെ ഒന്നും നടക്കണ്ട. അതെ, അതാണ് സമാധാനം എന്നുള്ള വാക്കാണ് എനിക്ക് സുധേട്ടനെ കാണുമ്പോൾ പീസ്.